ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്ദ്രിത് മീഡിയയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വ്യത്യസ്തമായ സ്ഥലത്ത് പോവുകയാണ്. അതായത് കാവേരി നദിയുടെ ഉത്ഭവസ്ഥലമായ തലക്കാവേരിയിലേക്ക്. അതിരാവിലെ തന്നെ 4 ബൈക്കുകളിലായിട്ട് 8 പേരാണ് ഞങ്ങൾ ഈ യാത്ര പോകുന്നുള്ളത്. വളരെ ഒരു സംഘമായിട്ടൊരു യാത്രയാണ്. നല്ല ആസ്വദിച്ചുകൊണ്ട് കാറ്റൊക്കെ കൊണ്ടുകൊണ്ട് തണുത്ത കാറ്റ് കൊണ്ടുകൊണ്ട് ഇങ്ങനെ ബൈക്കിൽ പോവുകയാണ്. 4 വണ്ടികളിലായിട്ട് 8 പേർ. കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് നിന്ന് വരികയാണെങ്കിൽ കാഞ്ഞങ്ങാട് നിന്ന് നമ്മൾ പാണത്തോർ റോഡിലേക്ക് വരിക. എന്നിട്ട് പാണത്തോർ കഴിഞ്ഞ് അവിടെ നിന്ന് ചെമ്പേരി കഴിയും. ചെമ്പേരിയാണ് നമ്മുടെ കേരളത്തിൻ്റെ ബോർഡർ. ചെമ്പേരി കഴിഞ്ഞിട്ട് ആണ് തലക്കാവേരി റൂട്ട്. അവിടെ നിന്ന് നേരെ എത്തുന്നത് ഭാഗമണ്ഡലം എന്ന സ്ഥലത്താണ്, കർണാടകയിലെ. അവിടെ നിന്നാണ് തലക്കാവേരിയിലേക്ക് ഒരു സ്പെഷ്യൽ റൂട്ടും മടിക്കേരിയിലേക്ക് വേറൊരു റൂട്ടും. അങ്ങനെ നമ്മൾ കുണ്ടും കുഴിയും വെള്ളച്ചാട്ടങ്ങളൊക്കെ നിറഞ്ഞ ഈ കാട്ടിലൂടെയുള്ള യാത്രയാണ്. നല്ലൊരു ആസ്വദിച്ച് പോകാൻ പറ്റുന്ന യാത്രയാണ്. വലിയൊരു ഫോറസ്റ്റ് ഉണ്ട്. ആ ഫോറസ്റ്റ് കഴിഞ്ഞിട്ടാണ് പോകേണ്ടത്. ചെമ്പേരി കഴിഞ്ഞാലാണ് ആ ഫോറസ്റ്റ് തുടങ്ങുക. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്ദ്രിത് മീഡിയയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തലക്കാവേരി പോവുകയാണ്. കൊടക് ജില്ലയിലെ തലക്കാവേരി. അപ്പോൾ വലിയൊരു ഫോറസ്റ്റ് കഴിഞ്ഞിട്ട് വേണം പോവാൻ. കേരള ബോർഡറായ ചെമ്പേരി കഴിഞ്ഞിട്ട് വലിയൊരു ഫോറസ്റ്റ് ഉണ്ട്. ആ ഫോറസ്റ്റിൻ്റെ നടുവിലാണ് ഞങ്ങളിപ്പോൾ. ഞങ്ങൾ 2 ബൈക്ക് ബാക്കിലായിരുന്നു. അപ്പോൾ ഇവരെ കുറേ നേരമായി കാണാതെ. അങ്ങനെ നോക്കുമ്പോൾ ഇവരിതാ ഇവിടെ വെള്ളച്ചാട്ടത്തിനടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ട്, ചെറുതും വലുതുമായിട്ട്. ഇതാ അടുത്ത ഒരെണ്ണം ഒരു വെള്ളച്ചാട്ടം കണ്ടില്ലേ. ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ടാവും ഇതിനടുത്തേക്ക് നിർത്തിയിട്ട്. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡാണ്. അപ്പോൾ കാട്ടുപാതയാണ്. ഇതാ കണ്ട ഉരുൾപൊട്ടലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന സ്ഥലമാണ്. ഇപ്പോൾ കഴിഞ്ഞ മഴക്കാലത്ത് ഉരുൾപൊട്ടൽ വന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. കാണുന്നില്ലേ, ഫുള്ള് താഴോട്ട് ഇങ്ങനെ മരങ്ങളൊക്കെ കടപുഴകി വീഴുന്ന കണ്ടില്ലേ. അങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ യാത്ര നല്ലൊരു വയൽ പാടത്തെത്തി. അപ്പോൾ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ നോക്കിയിരുന്നു. ഒരു ടൈം ലാപ്സ് വീഡിയോ എടുത്ത് നോക്കിയതാണ്. അത്ര ഒരു ഫലവത്തായില്ല. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഇതേ റൂട്ട് പിടിച്ച് മുന്നോട്ട് പോവുകയാണ്. പ്രകൃതിയൊക്കെ മാറാൻ തുടങ്ങി. കുറച്ചും കൂടി നേരം വെളുത്തു. ഏകദേശം 6 മണിയാകുമ്പോൾ തന്നെ ഇപ്പോഴും നേരം കറക്റ്റ് വെളുക്കാൻ തുടങ്ങി. അതുകൊണ്ട് കൂടുതൽ രാത്രിയുടെ അനുഭവങ്ങളൊന്നും കിട്ടിയില്ല, ഇരുട്ടിൻ്റെ അനുഭവം കിട്ടിയില്ല. അത് നല്ലൊരു വ്യൂ പോയിൻ്റ് എടുത്ത് ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് അതിങ്ങനെ ആസ്വദിച്ച് കുറേ നേരം നിന്നു. താഴെ കൂടെ വണ്ടിയൊക്കെ പോകുന്നത് കാണാം. വേറെ തന്നെ ഒരു റോഡ് ദൂരത്തുനിന്ന് കാണുന്ന ഒരു കാഴ്ചയാണിത്. അപ്പം അങ്ങനെ കുറച്ച് നേരം വിശ്രമിക്കാമെന്ന് വിചാരിച്ചു. നടുവേദനയല്ലേ കുറേ ഇങ്ങനെ ഓടിക്കുമ്പോൾ. അതുകൊണ്ട് ഇവിടെ വിശ്രമിച്ച് പോകാമെന്ന് വിചാരിച്ചു, കുശലങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്. ഭാഗമണ്ഡല, അതായത് നമ്മുടെ കേരളത്തിൻ്റെ ബോർഡർ പാണത്തോർ കഴിഞ്ഞ് ചെമ്പേരി കഴിഞ്ഞ് അവിടെ നിന്ന് കുറച്ചും കൂടി മുമ്പിലോട്ട് പോയാൽ കിട്ടുന്ന സ്ഥലമാണ് ഭാഗമണ്ഡല. ആ ഫോറസ്റ്റ് കഴിഞ്ഞിട്ട് ഭാഗമണ്ഡലത്തിൽ നിന്നാണ് നമ്മൾ തലക്കാവേരിയിലേക്ക് 8 കിലോമീറ്ററാണ് ഉള്ളത്. അപ്പോൾ തലക്കാവേരിയിലേക്ക് പോകുന്ന വഴിക്ക് ഒരുപാട് വ്യൂ പോയിന്റുകളുണ്ട്. അപ്പോൾ ആ വ്യൂ പോയിൻ്റ് അടുത്ത് ഞങ്ങൾ കുറച്ച് നേരം നിന്നാണ്. പക്ഷേ ഇന്നത്തെ കാലാവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോടമഞ്ഞൊന്നും കാണാനുള്ള ചാൻസ് ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിലാണ്. അതുകൊണ്ട് അത് കിട്ടൂല. കുറച്ചും കൂടി രാവിലെ വന്നിരുന്നെങ്കിൽ കിട്ടുമായിരുന്നു. പക്ഷെ നമ്മളെ സ്വരാജ്, രാകേഷ് ഇവരൊക്കെ കുറേ ലേറ്റ് ആക്കി. അതുകൊണ്ടാണ് നമുക്ക് നേരത്തെ എത്താൻ പറ്റാതിരുന്നത്. ഞാൻ ഇന്നലെ വിളിച്ച് പറഞ്ഞതാണ് സ്വരാജിനോടൊക്കെ രാവിലെ എത്തണമെന്ന്. പക്ഷേ ഇന്ന് ലേറ്റ് ആക്കിയത് സുരേഷാണെന്ന് തോന്നുന്നു. സുരേഷ് 5 മണിക്ക് എത്താൻ പറഞ്ഞ സുരേഷ് എത്തിയത് 5:45. അതുകൊണ്ട് ഇന്നത് നമുക്ക് വീട്ടിൽ എത്താൻ വേണ്ടി ലേറ്റ് ആക്കി. വളരെ മനോഹരമായ ഒരു ബൈക്ക് യാത്രാ അനുഭവം ആസ്വദിച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ തലക്കാവേരിയിലേക്ക് എത്താൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ താഴത്തെ കാവേരി കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലത്തെ ഗേറ്റാണ് ശ്രീ തലക്കാവേരി ടെമ്പിൾ തലക്കാവേരി. അവിടുത്തെ ഗേറ്റ് ഇപ്പോൾ കടന്നിട്ട് വേണം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അമ്പലത്തിന് തൊട്ട് മുമ്പിലായിട്ട് ഇടതുഭാഗത്തൊരു ഉരുൾപൊട്ടൽ നശിച്ചൊരു സ്ഥലം കാണാം. ഇവിടുത്തെ പൂജാരി അടക്കം ഈ ഉരുൾപൊട്ടലിൽ മരിച്ചുപോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. തലക്കാവേരി അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് എത്താറായി. ഇപ്പം അതിന് മുമ്പ് ഒരു ഉരുൾപൊട്ടിയ സ്ഥലം ഒന്ന് കാണിച്ചു കൊടുത്തത് അങ്ങോട്ട് മുകളിലോട്ട് ആ സൈഡിൽ. ഇതിപ്പോൾ എത്ര വർഷമായിട്ടുണ്ട് അവിടെ? ഇത് ഉരുൾപൊട്ടിച്ചിപ്പോൾ 2-3 വർഷമായില്ലേ? കേരളത്തിലൊക്കെ പ്രളയം വന്ന സമയത്തുണ്ടായ ഉരുൾപൊട്ടലിൽ കംപ്ലീറ്റ് ഒരു ഏരിയ അങ്ങനെ താഴ്ന്നു പോയതാണ്. അപ്പോൾ അതാണ് ഈ കാണുന്നത്. താഴത്തോട്ട് കാണുമ്പോൾ പറയും ഒരുപാട് ആൾക്കാർ മരിച്ചു എന്നാണ് നമ്മൾ അറിയാൻ പറ്റിയത്. അതവിടെ ഒരു റോഡ് തന്നെ ഇല്ലാതായി. ഒരു റോഡിൻ്റെ അറ്റം തന്നെ ഇല്ലാതായ പോലെയാണ് കാണുന്നുള്ളത്. എത്രത്തോളം നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. താഴോട്ട് ആ റോഡ് തന്നെ കംപ്ലീറ്റ് പോയതാണ്. അങ്ങോട്ട് വഴിയില്ല. ഇപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞൊരവസ്ഥയിലാണ് കാണുന്നത്. പഴയ വീട് ഉണ്ടായ സ്ഥലമൊക്കെ കാണുന്നുണ്ട്.
അമ്പലത്തിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ അവിടെ കയറുമ്പോൾ തന്നെ ചെരുപ്പ് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടൊരു സ്ഥലമുണ്ട്. അവിടെ മാത്രമേ ചെരുപ്പ് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചെരുപ്പ് ഞങ്ങൾ അവിടെ വെച്ചിട്ട് അമ്പലത്തിൻ്റെ ഗേറ്റ് കാണുന്നില്ലേ, മുന്നോട്ട് പോയി. ഇത് അമ്പലത്തിൻ്റെ വളരെ മനോഹരമായൊരു ദൃശ്യമാണ്. നല്ല വെള്ള കളറിലെ കല്ലുകളൊക്കെ ചേർന്നൊരു സ്ഥലമാണ്. കാവേരി ടെമ്പിൾ, തലക്കാവേരി എന്ന് പറയും. നമ്മൾ ആദ്യം ഒരു അമ്പലമുണ്ട്, അത് കടന്നിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അത് കാവേരി ടെമ്പിളാണ്. ഇത് തലക്കാവേരി, അതായത് കാവേരി നദിയുടെ ഉത്ഭവം എന്നാണ് ഈ സ്ഥലത്തെ പറ്റി പറയുന്നത്. ആ മുകളിലോട്ട് മുമ്പ് എൻട്രി ഉണ്ടായിരുന്നു. മുകളിലോട്ട് മുമ്പ് നമ്മൾ പോകുമ്പോൾ ഭയങ്കര വ്യൂ ആണ്, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോഴാ ഉരുൾപൊട്ടൽ വന്നതിന് ശേഷം മുകളിലോട്ട് എൻട്രി ഇല്ല, അതുകൊണ്ട് ആ ഒരു വ്യൂ നമുക്ക് കിട്ടില്ല. ഏകദേശം ഒരു 5-6 കൊല്ലം മുമ്പ് നമ്മൾ ആ വ്യൂ എടുത്തിരുന്നു. അത് ഫുള്ളൊരു റെസ്ട്രിക്ഷനായിട്ടാണ് ഇപ്പോൾ മൊത്തം ഇവിടുത്തെ അവസ്ഥ. നമ്മൾ കാണുന്ന പ്രതീക്ഷ പോലത്തെ ഒരു ഇതൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. വൈകുന്നേരം ആണെങ്കിൽ കുറച്ച് കോടമഞ്ഞൊക്കെ ഉണ്ടാകുന്ന സ്ഥലമാണ്. നല്ല മാർബിൾ പോലത്തെ കല്ലുകളാണ്, ഒരു ഈ പതക്കക്കല്ലുകൾ ഫുള്ള് മിനുക്കിയിട്ടുണ്ട്. പറ്റുന്നത്ര വ്യൂ കാണിച്ചു തരാം. ഇതിന് മുൻപ് ഒരു 5 വർഷം മുമ്പ് വന്ന സമയത്തൊക്കെ ഇവിടെ മഞ്ഞ് കണങ്ങളൊക്കെ ആയിട്ട് അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ നോക്കി നിന്നു, സത്യം അത് അതിനപ്പുറം എനിക്ക് പറയാനറിയില്ല, അന്തം വിട്ട് നിന്നു. അത്രയും നല്ല രസമായുള്ള സ്ഥലമായിരുന്നു. ഇപ്പോഴാ ഈ ഒരു ടൈമിങ്ങിനെ ആയതുകൊണ്ട് മഞ്ഞും കാര്യങ്ങളൊന്നും കാണുന്നില്ല. പിന്നെ അമ്പലത്തിൻ്റെ അകത്ത് കയറുമ്പോൾ ഈ ഷോർട്സ് ഒന്നും ഇട്ടിട്ട് കയറാൻ പറ്റില്ല. പാൻറ് ഓക്കെയാണ്, മുണ്ട് ഓക്കെയാണ്, ബാക്കി ഷോർട്സ് ഒന്നും ട്രൗസേഴ്സ് ഇട്ടിട്ട് പോകാൻ പറ്റില്ല. വെയിലത്ത് ഈ വെള്ളക്കല്ലുകൾ കാണാൻ നല്ല രസമാണ് കേട്ടോ. ഇവിടെ നിന്നാണ് ഈ കാവേരി നദിയുടെ ഉത്ഭവം എന്ന് പറയുന്നത്. ഇപ്പം നല്ല നീലാകാശത്തിന് കീഴെ ഈ വെള്ള കളർ കാണാൻ വേറെ തന്നെ ഒരു രസമാണ്. പക്ഷേ ഈ നമുക്കിവിടെ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. ആ വൈകുന്നേരം കിട്ടുന്നൊരു ഫീലിംഗ് കിട്ടിയില്ല. മുകളിലത്തെ കുന്നിൻ മുകളിലേക്കാണ് മുൻപ്, അതായത് ഒരു 2-3 വർഷം ഈ പ്രളയത്തിന് മുമ്പ് വരെ പ്രവേശനം ഉണ്ടായത്. അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു സ്വർഗം തന്നെയാണ്, ഹെവൻ, ഒരു ആക്ച്വൽ ഹെവൻ. അത് എങ്ങനെയാണ് നിങ്ങളിലേക്ക് പറഞ്ഞറിയിക്കാൻ എനിക്കറിയില്ല, കാണിക്കാനും പറ്റില്ല. ഇവിടെ വരുന്ന ഭക്തർ ഇതിനകത്തേക്ക്, ഈ നദിയുടെ ഇതിനകത്തേക്ക് ചില്ലറ പൈസ ഇങ്ങനെ ഇട്ട് കുമിഞ്ഞു കൂടിയിരിക്കുന്നൊരു ദൃശ്യമാണിത്. ആദ്യമായിട്ട് ഇവിടെ വരുന്നവർക്ക് ഒരു അത്ഭുത ലോകം തന്നെയായിരിക്കും. ഞാനിത് കുറേ തവണ വന്നതുകൊണ്ട് എനിക്കതൊരു പുതുമയായിട്ട് തോന്നുന്നില്ല. നമ്മളൊന്നാമത് ഈ സമയം ഞാൻ നേരത്തെ പറഞ്ഞില്ല, അത് ഒരു നല്ല വെയിലുള്ള സമയമാണ്. ഞങ്ങൾ എന്തായാലും ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് കുറേ പേരുണ്ടാവുകൊണ്ട് നല്ല രസമായിരുന്നു. നല്ല കരിങ്കല്ല് കൊത്തിയെടുത്ത പില്ലേഴ്സാണ് ഇതിലുള്ളത്. ഇതിൻ്റെ മുകളിൽ ഇതാ മുൻപ് ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റുന്ന സ്ഥലം ഞാൻ ഹെവൻ എന്ന് പറഞ്ഞില്ലേ, ശരിക്കും ഹെവൻ തന്നെ അതിൻ്റെ മുകളിൽ. ഇപ്പോൾ കാണാം, അങ്ങോട്ട് പ്രവേശനമില്ല, കണ്ടിരിക്കുക തന്നെ. കുറേ നേരം ബൈക്കിൽ വന്നതല്ലേ, അങ്ങനെ കുറച്ച് തമാശയൊക്കെ പറഞ്ഞ് ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് സമയം ഇവിടെ ഇരുന്നു കേട്ടോ. അതിന് ശേഷമാണ് ഞങ്ങൾ ഇവിടുന്ന് പോയത്. വേറൊരു രസം എന്താ വെച്ച് കഴിഞ്ഞാൽ, നോ ഫോട്ടോഗ്രാഫി നോ വീഡിയോഗ്രാഫി എന്നൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരാൾ പോലും ഫോട്ടോ എടുക്കാതില്ല, വീഡിയോ എടുക്കാതില്ല. അപ്പോൾ എനിക്കാദ്യം തോന്നിയിരുന്നു ഇത് ബുദ്ധിമുട്ടാവും, എടുക്കാൻ പറ്റില്ലെന്ന്. പക്ഷേ എല്ലാവരും ഫോട്ടോ വീഡിയോ എടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ പക്ഷെ ഒരു തവണ അങ്ങോട്ട് പോലീസല്ല സെക്യൂരിറ്റി പറഞ്ഞു നിങ്ങൾ ഫോട്ടോ ഒന്നും എടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പിന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, എല്ലാവരും സെൽഫി എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾക്കെന്താ. അങ്ങനെ ഞങ്ങൾ തലക്കാവേരിയെ യാത്രയാക്കി തിരിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇനി തിരിച്ചു പോകുമ്പോൾ നമ്മൾക്ക് താഴെ കാവേരി അമ്പലമുണ്ട്. ഇത് തലക്കാവേരിയാണ്, നേരത്തെ പറഞ്ഞ പോലെ. താഴെ കാവേരി അമ്പലം കൂടി കണ്ടിട്ട് പോകും. തിരിച്ചിറങ്ങുമ്പോൾ വ്യൂ കണ്ടില്ലേ, വളരെ മനോഹരമായൊരു വ്യൂ ആണ്. നല്ല ആകാശവും ഈ വെള്ള കല്ലുകളും ഒക്കെ കാണാൻ നല്ല രസമാണ്. ഇതിൻ്റെ ഗേറ്റ് വേറെ തന്നെ ഒരു സ്റ്റൈലാണ് കേട്ടോ. കാവേരി അമ്പലത്തിൻ്റെ, തലക്കാവേരിയുടെ ഗേറ്റ് ഇങ്ങനെ കുന്നിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇത് കാണാൻ വേറെ തന്നെ ഒരു രസമാണ്. തലക്കാവേരി ഇതുവരെ പോയിട്ടില്ലാത്ത ആൾക്കാർക്ക് ഒരു തവണ പോകണം. അത്രയും മനോഹരമായ, ഇതിനേക്കാൾ മുൻപ് അത്രയും മനോഹരമായ സ്ഥലമായിരുന്നു. ഇപ്പോഴ് അത്ര ഇല്ലെങ്കിലും ഒരു തവണ പോകുന്നവർക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നൊരു സ്ഥലം തന്നെയാണ് തലക്കാവേരി. വന്ന വഴി തന്നെ തിരിച്ചു പോയി കാവേരി അമ്പലത്തിലേക്ക് പോവുകയാണ്. തലക്കാവേരി അമ്പലം കഴിഞ്ഞ് നമ്മൾ കാവേരി അമ്പലത്തിലേക്ക് പോവുകയാണ്. ഇതിൻ്റെ അകത്ത് കയറാൻ ഇതേപോലെ തന്നെ ഷർട്ടൊക്കെ അഴിച്ചിട്ട് വേണം, അതുകൊണ്ട് ഞങ്ങൾ പോകാൻ നിന്നില്ല. നല്ലൊരു ഫ്രണ്ട് വ്യൂ ആണ് ഈ അമ്പലത്തിൻ്റെ, നല്ല രസമുള്ള വ്യൂ ആണ്. കണ്ടില്ലേ, മുകളിൽ തൊട്ട് താഴോട്ടൊക്കെ ഞാൻ എടുത്ത് കാണിക്കുകയാണ്. നല്ല രസമുണ്ട് കാണാൻ. ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല രസമായിരിക്കും. ഒരുപാട് ആൾക്കാർ ഇവിടെ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ഇതിൻ്റെ വ്യൂ ഒന്ന് കണ്ടു നോക്കുക. ഇതിൻ്റെ മുൻപിൽ കളിപ്പാട്ടങ്ങൾ വെക്കുന്ന ചന്തയുണ്ട് കേട്ടോ, അത് ഞാൻ കാണിച്ചു തരാം. അടുത്തത് പാപനാശിനി
ആയ ത്രിവേണി സംഗമാണ് 3 പുഴകൾ ചേരുന്ന സ്ഥലം. അവിടത്തേക്ക് പോവാം. യാത്രക്കാർ വരുമ്പോൾ ശ്രദ്ധിക്കുക, ചെരുപ്പ് ഊരിയിട്ട് മാത്രമേ അങ്ങോട്ട് പോകാൻ പാടുള്ളൂ. ഇതിനു മുമ്പ് വന്ന സമയത്ത് നമ്മൾ ചെരുപ്പ് ഊരാതെ അകത്ത് കിടന്നതിന് ഒരാൾ അടിക്കുന്നൊക്കെ കണ്ടിരുന്നു. അപ്പോൾ അത്രയും ശ്രദ്ധിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. കർണാടകയാണ്. ത്രിവേണി സംഗമം. കാവേരി നദി, കന്നികൈ നദി, സുജ്യോതി നദി, 3 നദികൾ ചേരുന്ന സംഗമ സ്ഥലമാണിത്. നല്ല തണുപ്പുള്ള വെള്ളത്തിൽ കാല് മുക്കി വെച്ചിരുന്നതിന് ശേഷമാണ് ഞങ്ങൾ പോയത്. തലക്കാവേരി യാത്രയുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു മനോഹരമായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും സൈനിങ് ഔട്ട്, ഇന്ദ്രിത് മീഡിയ. താങ്ക് യു.